ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെന്താ വിശേഷങ്ങളൊക്കെ കുറച്ച് പങ്കുവെക്കാമെന്ന് കരുതി. 2 ദിവസമായിട്ട് വീഡിയോസും കാര്യം ചെയ്തിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞിരുന്നു റേസറിൻ്റെ തലേന്ന് വീഡിയോ ഇട്ടിരുന്നു അല്ലേ. അതിന് തന്നെ എനിക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ നിന്നുകാണ്ട് വീഡിയോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടായിരുന്നു. ടെൻഷനും കാര്യങ്ങളും. പിന്നെ നിങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് ക്യാമറൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പം എനിക്കൊരു ലോകമുണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ താത്തമാർ, ചേച്ചിമാർ, സഹോദരന്മാർ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണലായി വാട്സപ്പ് ചെയ്യണവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ക്യാമറ ഓണാക്കിയാൽ വെറും എൻ്റെ മുഖമല്ല കാണുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വേഗം സങ്കടം വരും. നമ്മൾ സങ്കടം വരുമ്പോഴേ കണ്ണിന്ന് വെള്ളം വരും. അപ്പോൾ അന്ന് ഞാൻ പിന്നെ പഴയൊരു വീഡിയോസ് എടുത്തു വെച്ചിരുന്നു. ആയിക്കൂടാണ്ട് നിങ്ങളോട് പറയാമെന്ന് കരുതി. പിന്നെ രണ്ടാമത് ഒക്കെ ഒന്ന് റെഡി ആട്ടെ, നമ്മൾ റേസറൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ ഒന്നിങ്ങോട്ട് റെഡി ആട്ടെ, എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇരുന്ന് വർത്താനം പറയാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ റേസറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി കഴിഞ്ഞു. മിനിഞ്ഞാന്നായിരുന്നു കേട്ടോ റേസറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇന്നലെ പിന്നെ ഞാൻ വീഡിയോസൊന്നും ചെയ്തില്ല. അപ്പം നമുക്ക് ഓരോ ബുദ്ധിമുട്ട് മനസ്സിൽ, നമുക്കിപ്പോൾ എത്ര ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ നിൽക്കണ ഒരു കൂരല്ലേ നമ്മളെ കാൽമല മണ്ണ് ഒലിച്ചു പോവുക അറിയുമ്പോഴേ ഒക്കെ ശരിയാവും. ഒക്കെ റെഡിയായി അൽഹംദുലില്ലാ. അപ്പോൾ ഒക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിതുവിനൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വഴി അടയുമ്പോൾ മറ്റേ വഴി റബ്ബ് തുറക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകൊണ്ടിട്ടോ. പിന്നെ റേസർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താണെന്നോ, ഇന്നൊക്കെ നമ്മൾ വാടകപ്പേര തിരഞ്ഞു നോക്കണ തിരക്കിലായിരുന്നു. അപ്പോൾ അടുക്കള വിശേഷം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ 2-3 വീടുകളൊക്കെ നമ്മൾ പോയി നോക്കിയിട്ടോ. കുറച്ച് അകലെയാണ്. അവിടെ അങ്ങനെ പോയി നിന്നാൽ എന്താ, നമ്മളെ ചൂസിൻ്റെ സ്കൂളും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. കുഞ്ഞു കുട്ടികളാണ്, ഒരു മദ്രസിലും സ്കൂളൊക്കെ പോകണതാണ്. അപ്പോൾ അത്ര ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങൾ കുറേ നോക്കിയിട്ടോ, കിട്ടണില്ല. പിന്നെ അവിടെ ഒരു കോട്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കോട്ടേഴ്സ് ഷെയ്മോളെ കോട്ടേഴ്സ് അതിലാളായിട്ടുണ്ട്. പിന്നെ രാവിലെ ഒരു വീട് പോയി നോക്കിയിട്ടോ. ഒക്കെ വീടിനൊക്കെ ഭയങ്കര റെൻ്റാണ്. അതിപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടാണ്. അതിലിപ്പോൾ 2 റൂമുള്ളൂ, കുഞ്ഞു റൂമുള്ളൂ കേട്ടോ. കുഞ്ഞു റൂം പറഞ്ഞാൽ നമ്മളെ പഴയ വീടുണ്ടാവുമല്ലോ, അതിലുണ്ടാവുമല്ലോ നമ്മളെ കുണ്ട റൂം അറിയാലേ, കുണ്ട് റൂം. ചെറിയ റൂം, ഇടുങ്ങിയ റൂമാണ്. അപ്പോൾ മറ്റേ റൂമും അതുപോലെ ഇടുങ്ങിയ 2 റൂമാണ്. ഒരു ചെറിയ പെര, ഓടിട്ട പെരയാണ് കേട്ടോ. നല്ല അൽഹംദുലില്ലാ. ഞാൻ അവരോട് പൈസൻ്റെ കണക്കൊക്കെ ചോദിച്ചു നോക്കി വാടക. അപ്പോൾ അത് 2500 പിന്നെ കറണ്ടും ബില്ലും അടക്കണം, വെള്ള പൈസ അടക്കണം. 2500 കുറച്ചൊന്നും എവിടെയും കിട്ടൂല. പക്ഷേ സൗകര്യം തീരെയല്ല. സൗകര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ 9 ആൾക്കാരുണ്ട്. ഈ 9 ആൾക്കാരെയും ഉമ്മ ഉണ്ട്, നിങ്ങൾക്ക് അറിയണല്ലേ. പിന്നെ റിതു വലിയ കുട്ടിയാണ്, 15 വയസ്സായിട്ടുണ്ട്. ഷെയ്മോള് വലിയ കുട്ടിയാണ്. അപ്പോൾ അത് കിടക്കാൻ നമുക്ക് ഒരു സൗകര്യം തീരെയല്ല. ഞാനും കാക്കും കുറേ നോക്കിയിട്ടോ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ തീരെ പറ്റാത്ത ഒരു അടുക്കളയിലും കൂടി കിടക്കാനൊരു സൗകര്യമല്ല. നമുക്കൊരു അടുക്കളയിലെങ്കിലും അടുപ്പ് ഒരു സൈഡാണെങ്കിൽ ഈ സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് മക്കളെയൊക്കെ അവിടെ കിടത്താനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ, രാത്രിയല്ലേ അപ്പോൾ ആരും പാടൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു സൗകര്യം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അതുമില്ല. ഏകദേശം ഒരു 3ൻ്റെ മേലെ നമ്മൾ കൊടുക്കേണ്ടി വരും എല്ലാം കൂടി. അപ്പോൾ കോട്ടേഴ്സ് ആകുമ്പോൾ കോട്ടേഴ്സിന് ഇപ്പോൾ ഒരു 4-5 അതിൽ കുറഞ്ഞൊന്നും ഇപ്പോൾ ഓടിയില്ല കേട്ടോ. എന്നാലും ഞാനെന്താ അന്വേഷിക്കണമെന്നോ, നമ്മളെ പഴയ വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, തറവാട് പൊളിച്ചാതെ. അപ്പോൾ ഏകദേശം ഒരു 2 ഉറുപ്പ്യക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലം ഉണ്ടാവും, മക്കൾക്കൊക്കെ കിടക്കാനും സ്ഥലം ഉണ്ടാവും, നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങണ ഒരു വാടകയാകും അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കണത് കേട്ടോ. അപ്പോൾ അത് കിട്ടണില്ല, തിരഞ്ഞിട്ട് കിട്ടണില്ല. പിന്നെ അവിടെ മേലെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ. ഇന്നിപ്പോൾ ഒരു വീടും കൂടി പോയി നോക്കാണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വാടക വീടൊക്കെ സെറ്റാകാൻ വേണ്ടി ദുആ ചെയ്യോണ്ടി. അള്ളാൻ്റെ ഭൂമിയല്ലേ, പരന്ന് കിടക്കണ ഇഷ്ടം പോലെ അള്ളാൻ്റെ ഖജനാവിലും അതിലുണ്ട്. റബ്ബ് തരും. അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്കൊരു റബ്ബൊരു വഴി കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അത്ര ധൈര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ ചോദിച്ചു കേട്ടോ, അവർ നോൽമ്പ് കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങി കൊടുക്കണം എന്നുള്ളൊരു ചെറിയൊരു ചിന്താഗതി ഉണ്ട്. അതെന്താ ചോദിച്ചാൽ നമുക്ക് ഓല ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അവരെ പറ്റി ബാഡ് കമൻ്റ് ഒന്നും ഇടരുത്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ടൈമിൽ അൽഹംദുലില്ലാ ഓല് വന്ന് ഹെൽപ്പ് ചെയ്തെന്ന മാതിരി തന്നെയാണ് അല്ലേ. അപ്പോൾ വീട് പണി ഇത് കഴിയാനും വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ എത്ര വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുക.
അത് ഓൽക്കൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. നമ്മൾ നോക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, നമുക്ക് വീട് കിട്ടുകയാണെങ്കിൽ മാറാനും വേണ്ടിയിട്ട് വാടക പെര. എന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് നമുക്ക് ഏറെ ടെൻഷൻ കൂടുക എന്നല്ലാതെ അത് കുറയൊന്നുമില്ല അല്ലേ. ഓരോ ദിവസം നമുക്കിങ്ങനെ രാത്രി ആകുമ്പോൾ ഉറങ്ങലുണ്ടാവില്ല, നേരം വെളുക്കോളം ഉറക്ക ഗുളിക കുടിക്കേണ്ടി വരും. അപ്പോൾ ഉറക്ക ഗുളിക കുടിച്ചിട്ട് ടെൻഷനും ബുദ്ധിമുട്ടായിട്ട് ഉറക്ക ഗുളിക കുടിച്ചിട്ട് പിന്നെ ആകെ അതില്ലാത്ത മതി കേട്ടോ. എണീക്കാനൊന്നും കഴിയണില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ടെൻഷനിൽ ഗുളികയായിരിക്കും ഡോക്ടർ എഴുതി തന്നത്. എനിക്ക് മാനസികമായ അസ്വസ്ഥതയൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ പ്രഷർ കുറയലും കൂടുതലൊക്കെ ആവുമ്പോഴേ അപ്പോൾ ഓരോ ദിവസം അങ്ങനെയൊക്കെയാണ് കടന്നു പോകണത് അറിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. പിന്നെന്താ, പൈസയൊക്കെ കംപ്ലീറ്റ് അവർ തന്നു കേട്ടോ. അത് കംപ്ലീറ്റ് തരാറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ ആധാരം എടുക്കാൻ തന്നെ അവർ 6 ലക്ഷം 7 ലക്ഷത്തോളം അവർ തന്നിട്ടുണ്ട്. പിന്നെ ആധാരം എടുത്തു കൊടുത്തു, പിന്നെ താഴെയുള്ള ആധാരം അതെടുത്തു കൊടുത്തു. പിന്നെ അതിൽ ഏകദേശം 2-3 ലക്ഷം റുപ്യ ബാക്കിയുള്ളൂ. അതിലിപ്പോൾ 6 ലക്ഷത്തോളം കടാണ് ഞങ്ങളോട് പറഞ്ഞില്ലേ. അത് ഒക്കെ ഓരി വെച്ചു. നമ്മൾ വീട് വിറ്റ് ഓരി വെക്കുക പറയില്ലേ, ഓരി ഭാഗം എല്ലാവർക്കും കൊടുത്തു ഒഴിവാക്കിട്ടോ. എല്ലാവർക്കും കൊടുക്കണ്ട, നമ്മൾ കൊടുക്കണം അല്ലേ. ഒരാളെ മുതൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നാളെ റബ്ബിനോട് അത് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരുപാട് വർഷമായില്ലേ, 6, 7, 8 വർഷം പോലെ ആയി. അത്രയും ക്ഷമിച്ചില്ലേ. ഒരുപാട് ആളുകൾ സഹകരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പൈസൻ്റെ കാര്യങ്ങൾക്കായാലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം റബ്ബ് കൊടുക്കട്ടെ, ഒക്കെ റാഹത്താക്കി കൊടുക്കട്ടെ. നമ്മളെയും തന്നെ ഒരു മൂലക്കൽ ഒരു വീടുണ്ടാക്കി ഇരിക്കോളം എല്ലാവരും ദുആ ചെയ്യേണ്ടിയിരിക്കാനും വേണ്ടിയിട്ട് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര, ഞാൻ ഒരു ടെൻഷനും കരുതൂലെന്ന് കരുതിക്കാണ്ട് ഇരുന്നതാട്ടോ. അതാ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ പൈസൻ്റെ കാര്യമൊക്കെ അതൊക്കെ തീരുമാനമായി. ഒക്കെ നുള്ളി ഒരിച്ച് കഴിഞ്ഞു എന്ന് പറയില്ലേ നമ്മൾ, ഒക്കെ നുള്ളി ഒരിച്ച് എല്ലാവരും കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഇനി ഏകദേശം 1-2 ആളുകളുടെ പിന്നെ കൊടുക്കാമല്ലോ. അത് നമ്മൾ കൂടുതൽ പൈസ കൊടുത്തോലൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ വീട് വിറ്റ് കണ്ടൊക്കെയല്ലേ നമ്മൾ കടം തീർത്തത്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ ഫാമിലിയിൽ നിന്നായാലും കാക്കുവിൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഒക്കെ നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്നായാലും പുറത്തൊക്കെ നമ്മൾ കൊടുക്കാണ്ടായിരുന്നു, ഒരുപാട് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ നല്ല സഹകരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള റഹ്മത്തും ബർക്കത്തൊക്കെ റബ്ബ് അവർക്ക് ഒരുപാട് വാരിക്കോരി കൊടുക്കട്ടെ അല്ലേ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ടൈമിൽ എന്താ വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വീട് വിറ്റാലും തീരാത്ത കടങ്ങളാണ് എന്ന്. അപ്പോൾ ഒന്നാമത് എനിക്കൊരു ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, വീട് വിറ്റാൽ തീരോലോ കടം, ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ അതില്ലാതായി പോയപ്പോഴേ ആകെ ടെൻഷനായി. പിന്നെ എല്ലാവരും സഹകരിച്ചും സപ്പോർട്ട് ചെയ്തൊക്കെ തന്നപ്പോഴേ അൽഹംദുലില്ലാ അള്ളാനെ സ്തുതി പറഞ്ഞു ഞാൻ കേട്ടോ. ഇനിയും ഏകദേശം കുറച്ചും കൂടി ഉണ്ട് കൊടുക്കാൻ. അത് നമുക്ക് ആയുസ്സും ആരോഗ്യം റബ്ബ് തരട്ടെ, ആഫിയത്തും തരട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നയിച്ചുകാണ്ട് തന്നെ കൊടുക്കണം എല്ലാവരും. അപ്പം ഇൻഷാ അല്ലാഹ് പിന്നെ വാടക പെര തരിയുണ്ട്. ഇവർക്ക് വീട് പണി തുടങ്ങണം. അപ്പോൾ അത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഞാനവിടെ പോയി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഇത്താത്ത വന്നിരുന്നു, കാക്കുവിൻ്റെ ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു. ഇത്താത്തയും ഞാനും അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് ആ താത്താനോട്. എന്താ കുറച്ച് ദിവസം കൂടി നീട്ടി കിട്ടുമോ, നോൽമ്പ് കഴിഞ്ഞാൽ പറഞ്ഞാൽ പെരുന്നാളായില്ലേ, 10-20 ഉള്ളൂ. പെട്ടെന്നൊരു വീട്ടിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ എടുത്തുകാണ്ട് പെറുക്കിയാണ്ട് ഓടാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഒരു 8-9 ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ട്. ഒന്നും വേസ്റ്റ് സാധനമാണൊക്കെ, എന്നാലും അതൊക്കെ എടുത്തുകാണ്ട് പെറുക്കിയാണ്ട് നമുക്ക് കൊണ്ടുപോകണ്ടേ. അതൊക്കെ അപ്പോൾ ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം സഹകരണം ഓലോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ഓല ബുദ്ധിമുട്ടിക്കണ്ട. നമ്മൾ വാടക പെര കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലേസിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ മാറ്റിക്കാണ്ട് മെല്ലെ ഒന്നാണ് മാറി നിൽക്കാം. നമുക്ക് വല്ലാതെ ടെൻഷനോട് വരില്ല. അത് ഒറ്റയടിക്കും ഇങ്ങോട്ട് ഇതൊക്കെ ചട്ടിയും കുടുക്കി എടുത്ത് കുട്ടികളെ എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് തീരാത്ത കണ്ണീരായിരിക്കും. എന്നിട്ട് ഇങ്ങനെ മനസ്സ് പൊരുത്തപ്പെട്ട് ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇപ്പം എനിക്ക് മനസ്സിങ്ങനെ പൊരുത്തപ്പെട്ട് അതിനോട് പൊരുത്തപ്പെടൂലേ. ഏതൊരു സാഹചര്യമാണെങ്കിലും, ഒരു മരണമാണെങ്കിലും, നമ്മളെ വീടിപ്പോൾ വിറ്റ് നമ്മൾ അത്രയും ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പൊരുത്തപ്പെട്ട് വരുമല്ലോ. അതേപോലെ പൊരുത്തപ്പെട്ട് ഇങ്ങനെ വരുന്നുണ്ട് സാഹചര്യത്തോട്. നമുക്കില്ല, നമ്മളെ വീടല്ല, നമ്മൾ മാറിക്കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്നല്ലെങ്കിൽ നാളെ മാറണം. അപ്പോൾ അതോളം നമ്മൾ അങ്ങനെ വീടുകളൊക്കെ തിരയുമ്പോഴൊക്കെ നമ്മളെ മനസ്സിങ്ങനെ ഡയറക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും.
അപ്പോൾ അതിനുള്ള ഒരുക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ 3-4 വീടുകളൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അവരോട് ഞാനും കാക്കൂൻ്റെ ഇത്താത്തിയും പോയി പറഞ്ഞിട്ടുണ്ട്, വീട് നോക്കുന്നുണ്ട്, കിട്ടിയാൽ മെല്ലെ മെല്ലെ അതിക്ക് മാറും ഞങ്ങൾ. അപ്പോൾ അതോളം ഒന്ന് സഹകരിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അത്രയൊക്കെയല്ലേ ഉള്ളൂ പറയാൻ. എന്തെങ്കിലുമൊക്കെ ഒരു റബ്ബർ വഴി കാണിച്ച് തരട്ടെ, അതിനു വേണ്ടി ദുആ ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പം ഞാൻ വീഡിയോയിൽ പറയണില്ല, ഒരു വീഡിയോ വരും ഇൻഷാ അല്ലാ. സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ട് നിങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട്, ഒരു സമാധാനം തന്നെയാണ് കേട്ടോ. എനിക്ക് എന്താ പറയേണ്ടത് അറിയണില്ല. അപ്പോൾ നിങ്ങളൊക്കെ കൂടെ നിൽക്കണുണ്ട് എന്നറിയാം. പിന്നെ അതിലുപരി നമ്മളൊരുപാട് സ്നേഹിക്കണ ഒരു വ്യക്തിയുണ്ട്. നമ്മളെ മനസ്സറിഞ്ഞ് നമ്മളെപ്പോലെ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ആ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾക്കായിരിക്കും നമ്മളെ ഏറ്റവും അറിയുക. നമ്മളെ മനസ്സും നമ്മളെ അവസ്ഥകളൊക്കെ കൂടുതലായിട്ട് അറിയാൻ കഴിയുക അല്ലേ. അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ട് കണ്ട് പോകും. അല്ല, അങ്ങനെ കടന്നു വന്നവർക്ക് മനസ്സിലാവും ഇവർ ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ ഉഷാറാവും, മെല്ലെ ഒന്ന് താങ്ങി കൊടുത്താൽ റെഡിയാവും. ആ താങ്ങി കൊടുക്കാൻ ആളില്ലായിട്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറയണില്ല, അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് അപ്പോൾ ഞാൻ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളും തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ട്. അത്രയും ബുദ്ധിമുട്ടിലായിട്ടാണ്, അല്ലാതെ ഞാനൊന്നും അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകൂല, നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാൻ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ അങ്ങനെ സാഹചര്യത്തോടു കൂടി പൊരുത്തപ്പെടുമ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുമുണ്ട്. എല്ലാവരെ കൊണ്ടും കഴിയണ പോലെ ഹെൽപ്പ് ചെയ്ത് കണ്ടും അതുപോലെ ഷെയർ ചെയ്ത് കണ്ടൊക്കെ മാക്സിമം സഹായിക്കൊണ്ട്. പിന്നെ ഇന്നും പടരു മേലെ വീട് പോയി നോക്കാണ്ട്, അവിടെ കുറേ ദൂരെയാണ്. അവിടെ പോയാൽ എന്താ, നമ്മളെ ഷെയ്മോക്കൊക്കെ ഇങ്ങോട്ട് അങ്ങാടിക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാക്കു എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അത് പണിക്കെന്തിനേലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെൺകുട്ടികളൊക്കെ അല്ല കുറേ പോകാൻ, അവിടെ വീടുകളൊന്നും അധികമല്ല. അപ്പോൾ വാടകയൊക്കെ കുറഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ദൂരെയൊക്കെ പോയിക്കണം, അല്ലെങ്കിൽ 5-ൽ കുറഞ്ഞൊന്നും എവിടെയും കിട്ടൂല. എന്താ അറിയില്ല, റബ്ബർ വഴി കാണിച്ചു തരും. ഇവരോടും തന്നെ മാക്സിമം ഞാനും ഇത്താത്തിയും ചോദിച്ചിട്ടുണ്ട്, കുറച്ച് പെരുന്നാൾ വരെയെങ്കിലും, പെരുന്നാൾ പറഞ്ഞാൽ നമ്മളെ വലിയ പെരുന്നാൾ വരെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ, വാടക എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അത് ഇല്ല നമ്മൾ പറയലുണ്ട്. ഇത്താത്തി നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾ തന്നെയാണ് നമ്മളെ വീട് എടുത്തുകൊണ്ട്. അപ്പോൾ അവരോടും പറഞ്ഞിട്ടുണ്ട് മാക്സിമം കഴിയണ രീതിയിൽ ചെയ്ത് തരിക. എന്താ വെച്ചാൽ നമ്മൾ വാടക തരാം, അല്ല അതിൻ്റെ അടിയിൽ വീട് കിട്ടുകയാണെങ്കിൽ, വാടക കിട്ടുകയാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുകയും ചെയ്യും. ആരെയും നമ്മൾ ഉപദ്രവിക്കും ഒന്നുമില്ല, നമ്മൾ സന്തോഷത്തോടെ ഇഷ്ടപ്രകാരം പൊരുത്തപ്പെട്ട് കൊടുത്ത മുതൽ തന്നെയാണ്. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. കാക്ക സമ്മതിക്കണില്ല, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അടുക്കളയിലേക്ക് പോകാനൊന്നും വലിയൊരു ശരിയാവും ഇൻഷാ അല്ലാ. ഒക്കെ അങ്ങനെ പൊരുത്തപ്പെട്ട് റെഡിയായി വരുന്നു. ഒക്കെ ഏത് സാഹചര്യത്തോട് നമ്മൾ പൊരുത്തപ്പെടണമല്ലോ അല്ലേ. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, ആ ഒരു ധൈര്യം തന്നെയാണ് എനിക്ക്. അപ്പം ഇൻഷാ അല്ലാ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന്. കുഞ്ഞുമണികളൊന്നും കാണിച്ചു തന്നിട്ടില്ല, ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇന്ന് പേര് പരക്കം പാച്ചിലായതുകൊണ്ട് രാവിലെ ഇപ്പോൾ ഒരു 3-4 വീട് പോയി നോക്കി. ഇനിയിപ്പോൾ ഒരു 2-3 വീട് പോയി നോക്കാം. നമ്മൾ നോക്കുന്നുണ്ട് കിട്ടായിട്ടാ മക്കളെ. അപ്പം ഇൻഷാ അല്ലാ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.